ഈ വരുന്ന ഡിസംബർ 15 നടക്കാൻ പോകുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ കൺസെപ്റ്റ് അറിയാതെ പോകരുത്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് മൈൻസ് അഥവാ ഓർഗനൈസേഷണൽ ഹയറാർക്കി ഓഫ് മൈൻസ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടറിൽ ഇപ്പോൾ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള മൊഡ്യൂൾ 10 ലോ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്റ്റാണ് മൈൻസ് ആക്ട് 1957. അപ്പോൾ അതിന് കീഴിൽ ഏതൊക്കെയാണ് ഈ മൈൻസ് റൂൾസിലെ ഹയറാർക്കി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് നമുക്ക് നോക്കിപ്പോവാം. 5 ലെവലുകളാണ് ഈ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ വരുന്നത്. ഒന്നാമത്തേത് ഓണർഷിപ്പ് ലെവൽ, രണ്ടാമത്തേത് മാനേജീരിയൽ ലെവൽ, മൂന്നാമത്തേത് സൂപ്പർവൈസറി ലെവൽ, നാലാമത്തേത് ടെക്നിക്കൽ സപ്പോർട്ട് ലെവൽ ആൻഡ് അഞ്ചാമത്തേത് വർക്കേഴ്സ് ലെവൽ. ഓരോ ലെവലുകളിലും ഓരോ ആൾക്കാരാണ് ഉൾപ്പെടുന്നത് ഈ ഒരു ഹയറാർക്കിയിൽ. ഒന്നാമത്തെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ വരുമ്പോൾ ഓണർഷിപ്പ് ലെവലിൽ ഓണർ ഓർ ഏജൻറ്റ്, രണ്ടാമത്തെ മാനേജീരിയൽ ലെവലിൽ മാനേജർ, മൂന്നാമത്തെ ലെവലിൽ സൂപ്പർവൈസറി ലെവൽ വരുമ്പോൾ അതിൽ ഫോർമാൻ അഥവാ ഓവർമാൻ അഥവാ മൈൻസ് മെയ്റ്റ്, ഇത്രയും പേർ ഉൾപ്പെടുന്നു. നാലാമത്തെ ലെവൽ നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് ലെവലാണ്. അതിൽ സർവേയർ, എൻജിനീയർ, മെഡിക്കൽ ഓഫീസർ തുടങ്ങിയവർ വരുന്നു. ആൻഡ് അവസാനത്തെ ലെവൽ അത് വർക്കേഴ്സ് ലെവലാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ലേബറേഴ്സ് അഥവാ വർക്കേഴ്സ് ഓഫ് എ മൈൻ ഉൾപ്പെടുന്നു. അവർ മെയിനായിട്ടും സ്കിൽഡ്, അൺസ്കിൽഡ് അഥവാ സെമി സ്കിൽഡ് ലേബേഴ്സ് ആയിട്ടും ഉൾപ്പെടുന്നു. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചർ മൊഡ്യൂൾ 10 നിങ്ങൾ നോക്കി പോകേണ്ടത്. ഇത്തരത്തിൽ ഓരോ എക്സാം ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സും മിസ്സാകാതെ പഠിക്കണമെങ്കിൽ ഉടൻ തന്നെ ടെക് പി എസ് സിയിൽ ജോയിൻ ചെയ്യുക. ടെക് പി എസ് സിയുടെ എല്ലാ കോഴ്സുകളും ഇപ്പോൾ ദീപാവലി ഓഫർ പ്രമാണിച്ച് 20% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനായി വേഗം തന്നെ ടെക് പി എസ് സിയിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻസ് എത്രയും മികച്ചതാക്കി മാറ്റുക.